നമസ്കാരം, സമയം മലയാളത്തിലേക്ക് സ്വാഗതം. 2026 T20 ലോകകപ്പിനായുള്ള തങ്ങളുടെ മുന്നൊരുക്കങ്ങൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നിർത്തിവെച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷം നടന്ന ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് PCBയും BCCIയും തമ്മിൽ വലിയ തർക്കങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ICC ഹൈബ്രിഡ് മോഡൽ നടപ്പാക്കിയത്. ഇതനുസരിച്ച് ICC ഇവൻറ്റുകളിൽ ഇന്ത്യയുടെ മത്സരം പാകിസ്ഥാന് പുറത്തും പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ ഇന്ത്യക്ക് പുറത്തുമാണ് നടക്കുന്നത്. 2026 T20 ലോകകപ്പിൽ പാകിസ്ഥാൻ ശ്രീലങ്കയിലാണ് കളിക്കുന്നത്. എന്നാൽ മത്സര ഷെഡ്യൂൾ പുറത്തു വന്നതിന് ശേഷമാണ് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ത്യയും ശ്രീലങ്കയും ആതിഥേയത്വം വഹിക്കുന്ന 2026 T20 ലോകകപ്പിൽ തങ്ങളുടെ മത്സരങ്ങൾ ഇന്ത്യയിൽ കളിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിലാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. സുരക്ഷാ കാരണങ്ങളും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മുൻനിർത്തി തങ്ങളുടെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറ്റി ശ്രീലങ്കയിൽ നടത്തണം എന്നാണ് ബംഗ്ലാദേശിൻ്റെ ആവശ്യം. എന്നാൽ ICC ഈ ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ പാകിസ്ഥാനും ഇടപെട്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൻ്റെ ആവശ്യത്തിന് പൂർണ്ണ പിന്തുണയാണ് പാകിസ്ഥാൻ നൽകുന്നത്. ബംഗ്ലാദേശിൻ്റെ വേദി മാറ്റുന്ന കാര്യത്തിൽ ICC അനുകൂലമായ തീരുമാനം എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പാകിസ്ഥാൻ തങ്ങളുടെ ലോകകപ്പ് തയ്യാറെടുപ്പുകൾ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. ആവശ്യം വന്നാൽ ബംഗ്ലാദേശിൻ്റെ മത്സരങ്ങൾക്ക് പാകിസ്ഥാനിൽ വേദിയൊരുക്കാം എന്നൊരു വാഗ്ദാനവും PCB മുന്നോട്ട് വച്ചിരുന്നു. ബംഗ്ലാദേശിൻ്റെ ആശങ്കകൾ പരിഹരിച്ചില്ലെങ്കിൽ ലോകകപ്പിൽ നിന്ന് പിന്മാറുന്ന കാര്യം പോലും പാകിസ്ഥാൻ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ജിയോ ന്യൂസ് ഉൾപ്പെടെയുള്ള പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ബംഗ്ലാദേശിൻ്റെ വേദി മാറ്റി നൽകിയില്ലെങ്കിൽ തങ്ങളും കളിക്കില്ല എന്നൊരു ഭീഷണിയാണ് പാകിസ്ഥാൻ ICCക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ലോകകപ്പിൽ പങ്കെടുക്കുന്നത് സ്ഥിരീകരിക്കാൻ ICC ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് ജനുവരി 21 വരെ സമയപരിധി നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിൻ്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം സ്വീകാര്യമല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ICC പ്രതിനിധി സംഘം ബംഗ്ലാദേശിലെ ധാക്കയിലെത്തി BCB ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഈ വിഷയത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. നിരവധി റൗണ്ട് ചർച്ചകൾ നടന്നിട്ടും ഫലമുണ്ടായില്ല. ഷെഡ്യൂൾ പ്രകാരം ഫെബ്രുവരി 7-നാണ് മത്സരങ്ങൾ ആരംഭിക്കേണ്ടത്. ബംഗ്ലാദേശിന് പിന്തുണയുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും രംഗത്തെത്തിയത് വലിയ ചർച്ചയായിട്ടുണ്ട്. ജനുവരി 21-നകം ബംഗ്ലാദേശിൻ്റെ പങ്കാളിത്തം സ്ഥിരീകരിച്ചില്ലെങ്കിൽ പകരം സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തുമെന്ന് ICC BCBയോട് പറഞ്ഞതായാണ് റിപ്പോർട്ട്. ബംഗ്ലാദേശിനെ അയർലൻഡ് ഉൾപ്പെടുന്ന മറ്റൊരു ഗ്രൂപ്പിലേക്ക് മാറ്റി മത്സരങ്ങൾ ക്രമീകരിക്കാമെന്ന നിർദ്ദേശമാണ് BCB മുന്നോട്ട് വെച്ചത്. അയർലൻഡിൻ്റെ മത്സരങ്ങളെല്ലാം ശ്രീലങ്കയിലാണ്. എന്നാൽ അയർലൻഡിൻ്റെ ഗ്രൂപ്പ് മത്സരങ്ങളിൽ മാറ്റം വരുത്തില്ലെന്ന് ICC ആ രാജ്യത്തെ ക്രിക്കറ്റ് ബോർഡിനെ അറിയിച്ചതായി ESPN ക്രിക്കിൻഫോ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിന് സുരക്ഷാ ആശങ്കകളൊന്നുമില്ലെന്ന് ICC BCBക്ക് ഉറപ്പ് നൽകിയെങ്കിലും ബോർഡ് വഴങ്ങിയിട്ടില്ല. ടൂർണമെൻറ്റിന് ഇന്ത്യയാണ് ആതിഥേയത്വം വഹിക്കുന്നതെങ്കിലും മുൻ ധാരണ പ്രകാരം പാകിസ്ഥാൻ്റെ മത്സരങ്ങളെല്ലാം ശ്രീലങ്കയിലാണ് നടക്കുന്നത്. എന്നാൽ ബംഗ്ലാദേശിനെ കളിപ്പിച്ചില്ലെങ്കിൽ പാകിസ്ഥാനും പിന്മാറുമെന്നാണ് PCB നിലപാട്. വിഷയത്തിൽ BCB പാക് ബോർഡിൻ്റെ സഹായം തേടിയിരുന്നു. ടൂർണമെൻറ്റിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചാൽ BCBക്ക് സാമ്പത്തിക നഷ്ടത്തിന് പുറമെ ICCയുടെ ഉപരോധങ്ങൾ നേരിടാനും സാധ്യതയുണ്ട്. BCBക്ക് മേൽ സമർത്ഥമായി സമ്മർദ്ദം ചെലുത്തിയാണ് ICC മുന്നോട്ട് നീങ്ങുന്നതെന്ന് വ്യക്തമാണ്. ICCയുടെ അന്ത്യശാസനത്തോട് BCB എങ്ങനെ പ്രതികരിക്കുമെന്നും പാക് ക്രിക്കറ്റ് ബോർഡ് നിലപാട് എന്തായിരിക്കുമെന്നുമാണ് ഇനി അറിയാനുള്ളത്. ഫെബ്രുവരി 7-ന് തുടങ്ങുന്ന ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് ഏറ്റുമുട്ടുന്നത്. ഫെബ്രുവരി 15-നാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുക.